എല്ലാ മാന്യപ്രേക്ഷകർക്കും മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 4 ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീക്ക് ആരംഭിച്ച നമ്മുടെ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 4 ഇപ്പോൾ 2ാം വാരത്തിൽ എത്തി നിൽക്കുകയാണ്. ഇന്നലെ നമ്മൾ ക്വാർട്ടർ ഫൈനലിന്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ മ്യൂസിക്കൽ വൈഫിന്റെ തകർപ്പൻ പെർഫോമൻസുകളായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. ഇന്ന് അത് തുടരും. അപ്പൊ എന്തായാലും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഈ ഷോയുടെ കാര്യക്കാരായ 2 ജഡ്ജസിനെ സ്വാഗതം ചെയ്യുവാണ്. വേണുചേട്ടാ, മഞ്ജരി, സ്വാഗതം. ഇന്ന് തുടക്കം തന്നെ നമുക്കൊരു 2 വരി പാട്ട് കേട്ടിട്ടാവാം. മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണി വിളക്കേ നിന്നെ ഞാൻ മാടത്തിൻ മണി വിളക്കേ. മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണി വിളക്കേ നിന്നെ ഞാൻ മാടത്തിൻ മണി വിളക്കേ. അങ്ങനെ നിങ്ങൾ 2 പേരും ആസ് യൂഷ്വൽ പാട്ടൊക്കെ പാടി തന്ന് നമ്മളെല്ലാവരും സന്തോഷിപ്പിച്ചു. ഇനി നമുക്ക് മത്സരം തുടങ്ങിയാലോ? തുടങ്ങണം. ഇപ്പൊ തുടങ്ങണ്ട. എന്താ? നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളാണ്. സൺഡേ സ്പെഷ്യൽ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 4 ഒരു ഗസ്റ്റ്. ആ ഗസ്റ്റ് ആരാന്നറിയണ്ടേ? വൺസ് അപ്പോൺ എ ടൈം ഇൻ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ there was a guest. His name is നാദിർ ഷാ. നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം നാദിർ ഷിക്ക. ഹായ്, നമസ്കാരം. 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 നീ വളരെ ഡീസന്റ് ആയിട്ടൊക്കെ നിൽക്കണ്ടല്ലോ. ഇവിടെ കല്യാണാലോചനയൊക്കെ നടക്കണ്ടിരിക്കും. ഡീസന്റ് ആയിട്ട് വരാന്ന് വിചാരിച്ചു. അല്ല, ഇങ്ങനെ ഒരു കോസ്റ്റ്യൂമിൽ നിന്നെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ച എന്തെങ്കിലും തൊപ്പി. അതുകൊണ്ടാണ് നമ്മൾ നിന്റെ കൂടെ പിടിച്ചേക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോലം കെട്ടി ഇവിടെ വന്നത്. അതെ, ചെറുപ്പക്കാരനായി അല്ലേ? ചേട്ടാ നമസ്കാരം. ചേട്ടാ നമസ്കാരം. മഞ്ജരി നമസ്കാരം. എല്ലാവരോടും നമ്മുടെ ഓർക്കസ്ട്ര ടീം എല്ലാവരും ഉണ്ട്. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 4 ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭാര്യമാർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഷോയാണ്. ഈ ഷോയെ കുറിച്ചിട്ട് ശരിക്കും ഈ കോൺസെപ്റ്റാണ് ഏറ്റവും ബെസ്റ്റ്. അതായത് ഇവിടെ ഇങ്ങനൊരു വേദി ഒരുങ്ങുമ്പോൾ ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള പ്രതിഭകളെ വീണ്ടും നമുക്ക് അവർക്കൊരു ആശ്വാസമാണ്. കാരണം ഇത്തരത്തിലുള്ള ഇങ്ങനെ ഫ്ലവേഴ്സിൻ്റെ ഇങ്ങനൊരു വേദി ഉണ്ട്. അവിടെ ഞാൻ പോയി പാടി ചിലപ്പോൾ രക്ഷപ്പെട്ടാൽ എന്നല്ല, ചിലപ്പോൾ മിക്കവാറും എനിക്ക് തോന്നുന്ന ഇതിൻ്റെ അകത്ത് വിന്നറായി വരുന്നവരൊക്കെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഏറ്റവും നല്ല പ്രതിഭകളെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മറഞ്ഞു പോകുമെന്ന് വിശ്വസിക്കുന്ന ആ കലകളെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദി തീർച്ചയായിട്ടും പുണ്യവേദി തന്നെയാണ്. നാദിർഷിക, ഇപ്പതാ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറയുന്ന പുതിയ സിനിമയായിട്ടാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ഇടയിലിട്ട് വന്നിരിക്കുന്നത്. എന്താണ് ആ സിനിമയെ പറ്റി ഞങ്ങളോട് പറയാനുള്ളത്? വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി ഈ പേര് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ ഈ കമന്റ്സിന്റെ ഇടയിൽ വേറെ സംഭവമൊക്കെ ഒന്നുണ്ടായിരുന്നു. അതായത് കൊച്ചി മാത്രമല്ല, ഇവിടെ കേരളത്തിൽ വേറെ സ്ഥലങ്ങളുണ്ട് മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അങ്ങനെ കമന്റ്സ് വരും. പക്ഷെ ഈ കഥ എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചിയുടെ കഥ തെരഞ്ഞെടുത്തതിന് കാരണം ഇപ്പൊ ഞാൻ അമർ അക്ബർ അന്തോണി ഫസ്റ്റ് കൊച്ചി ബേസ്ഡായിരുന്നു. കട്ടപ്പന മാറ്റി പിടിച്ചു കട്ടപ്പനയായിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന അല്ലെങ്കിൽ കൊച്ചിയുടെ എല്ലാ പൾസും അറിയാവുന്നതിന്റെ ഒരു കലാകാരൻ എന്ന നിലയിൽ പെട്ടെന്ന് കഥ പറയുമ്പോൾ കുറച്ചുകൂടി വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആണെങ്കിൽ കുറച്ച് എനിക്ക് ഒബ്സർവേഷന് വേണ്ടിയിട്ട് അവിടെ പോയി താമസിക്കേണ്ടി വരും. പക്ഷെ നമ്മുടെ കൊച്ചി എന്ന് പറയുന്നത് ഫോർട്ട് കൊച്ചി ആ ഭാഗമൊക്കെ ആയിട്ടുള്ള അവിടെ നടക്കുന്ന അല്ലെങ്കിൽ ആ പരിസരത്ത് നടക്കുന്ന ഒരു കഥ, അതല്ലെങ്കിൽ ഒരു രാത്രിയിൽ സംഭവിക്കുന്ന ഒരു കൊച്ചു ത്രില്ലർ, ചെറിയ ചെറിയ തമാശകളും കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊഴിച്ചിട്ടുള്ളൊരു പക്ക എന്റർടൈനർ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഗംഭീരമാവട്ടെ. പിന്നെ അതിന്റെ കൂടെ ത്രില്ലർ എന്ന് പറഞ്ഞില്ലേ, ഞാനൊക്കെ ത്രില്ലറിന്റെ ഫാൻസ് ആണ്. അപ്പതാ
ഈ 23-ാം തീയതി പടം എത്തുവാണ്. അപ്പൊ എന്തായാലും പ്രേക്ഷകരെല്ലാവരും കഴിഞ്ഞ സിനിമകളൊക്കെ സ്വീകരിച്ച പോലെ തന്നെ ഈ സിനിമയും ഇരു കൈ നീട്ടി സ്വീകരിക്കട്ടെ. അതിനേക്കാളും ഗംഭീരമായിട്ട് സ്വീകരിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. ഡബിൾ ആയിട്ട്. അതെ, അതെ. അതെ, തീർച്ചയായും. അതിനേക്കാൾ. അപ്പൊ പിന്നെ വേറൊരു സംഭവം നാചികേടത് എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടമുള്ളത് പാട്ടാണ്. ഇതിനകത്ത് ഇഷാമ് മ്യൂസിക് ചെയ്തു, പിന്നെ ഹരിനാരായണൻ, പിന്നെ ഷഹീറ നസീർ, പിന്നെ നമ്മളുടെ സുഹൈൽ കോയ, പിന്നെ ഒരു ഹിന്ദി ലിറിക്സ് എഴുതിയിരുന്ന പേര് ഓർമ്മയില്ല കേട്ടോ, മറന്നുപോയി. അതുകൊണ്ട് ഇക്ക, അപ്പൊ ഈ സിനിമയില് എത്ര സോങ്സ് ഉണ്ട് മൊത്തം? സിനിമയിൽ 5 പാട്ട്. എന്തെങ്കിലും ഇവിടെ പാടോ? ഒരു അപ്പോ ഈ സോങ് ആണോ ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരുമോ, അല്ലെങ്കിൽ പാടാം? ചുണയുള്ളൊരാണ് വിരുന്നു വന്ന് കണ്ടേ ഞാൻ ആകാശത്തൊരു മുല്ലപ്പൂവിന്ന്, അന്നേ നിൻ പേരു പതുക്കനെ മൂളിപ്പോയെന്ന്. പെണ്ണേ നിന്നുള്ളിലിരിപ്പിവനെങ്ങനെറിഞ്ഞെന്ന്, പിന്നെ ചെറുമുന്തിരി പോലവൾ ചോന്നു തുടുത്തന്ന്. കിനാവിന്റെ കാന്താരിപ്പൂ എരിഞ്ഞേറണ്. ഹേ കണ്ടേ ഞാൻ ആകാശത്തൊരു മുല്ലപ്പൂവിന്ന്, അന്നേ നിൻ പേരു പതുക്കനെ മൂളിപ്പോയെന്ന്. ഒരു മുല്ലപ്പൂവിന്ന് അന്നേ നിൻ പേര് വതുക്കനെ മൂളിപ്പോയെന്ന് പെണ്ണേ നിന്നുള്ളിലിരിപ്പിവനെങ്ങനറിഞ്ഞെന്ന് പിന്നെ ചെറുമുന്തിരി പോലവൾ ചോന്നു തുളുത്തന്ന് കിനാവിന്റെ കാന്താരിപ്പൂ
അപ്പൊ എന്തായാലും ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം അപർണ ജെയിംസ്.
ഓക്കെ, നന്നായി പാടാൻ പറ്റിയോ? കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ആ, എന്താണ് പ്രശ്നം തോന്നുന്നത്? ചെറിയൊരു വിറയിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഒരു സംശയം. മാറിയിട്ടില്ല വേണുചേട്ടാ. അവരുടെ ഉള്ളിലെ ഒരു കൂട്ടുകാരിയുണ്ട്. പേരെന്താ അറിയോ? ഭയം, പേടി. ആ കൂട്ടുകാരിയെ ഒന്ന് ചവിട്ടി വെളിയിലാക്കണം കേട്ടോ. അത് പാട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യും. അത് സമ്മതിക്കരുത്. ഈ പാട്ട് ഒരുപാട് ഇമോഷണൽ റെലംസ്. അപ്പോൾ യു ഷുഡ് ബി വെരി കോൺഫിഡൻറ്റ്. ഉള്ളത് എങ്ങനെയാണെങ്കിലും ഞാൻ വെളിയിൽ കൊണ്ടുവരും. ദാറ്റ് ഷുഡ് ബി യുവർ ആറ്റിറ്റ്യൂഡ്. ജസ്റ്റ് സിങ്, ഫോർഗെറ്റ് യുവർ സെൽഫ്. ഓക്കെ ഓക്കെ സർ, താങ്ക് യു. ഇതിപ്പോ ഈ കോമ്പറ്റീഷന് വേണ്ടി എത്ര പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തു? കുറെ പ്രാവശ്യം പാടി നോക്കി. ഏകദേശം ഒരു 20-30 അതിനേക്കാളും. ഇതിൽ ഏറ്റവും കൂടുതൽ അപർണ പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കാൻ വിചാരിച്ച സ്ഥലം ഏതാ? ഒന്ന് ഹൈ പോർഷൻ എത്തണം എന്നുള്ളതുണ്ടായിരുന്നു. ചരണത്തിലെ ലാസ്റ്റ് ലൈൻ. ഓക്കെ, അപ്പൊ ബേസിക്കലി പറഞ്ഞാല് ആ അനുപല്ലവിയുടെ അവസാന ലൈനും പിന്നെ ചരണത്തിന്റെ അവസാനത്തെ ലൈനാണ് മെയിനായിട്ട് നമ്മുടെ ഫോക്കസ്. അപ്പൊ ഇത് മാത്രം കുറെ നേരം പ്രാക്ടീസ് ചെയ്താൽ ബാക്കിയുള്ള സാധനങ്ങളെയൊക്കെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ബാക്കി പാടുന്ന നോട്ട്സും ബാക്കി പാടുന്ന സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വെപ്രാളത്തിലും വിറയലിലും ഒക്കെ നിൽക്കും. അപർണ കൂടുതലും അവിടെ ഫോക്കസ് ചെയ്തതുകൊണ്ട് ഇവിടെ കുറച്ച് പാളിച്ചകൾ പറ്റി. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഭയവും കൂടെ ചേർന്നപ്പോൾ നല്ലൊരു ഉഗ്രൻ ഭയാനകമായ ഒരു ഫീലിംഗ് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പം ഉള്ളിൽ ആ ഭയം ഉണ്ട്. അതർവൈസ് നല്ല ക്യൂട്ട് വോയിസ് ആണ്. ഇത്രയും നല്ലൊരു മ്യൂസിക്കൽ വൈഫ് വന്നിരിക്കുന്നു. ഭർത്താവ് എവിടെ? കാനഡയിലോ? അവിടെ ഇരുന്ന് ബർഗറൊക്കെ കഴിക്കുന്നു. അവിടെ ഇരുന്ന് ബർഗറൊക്കെ കഴിക്കുന്നു. ഇത്രയും കോൺഫിഡന്റ് ആയ ഒരു ഭാര്യയാണ് ഇവിടെ വന്നിട്ട് അയ്യോ എനിക്ക് ഭയമാണെന്ന് പറഞ്ഞിട്ട് ഒന്നും വരരുതേനി. അടിച്ച് പൊളിക്കുക, ഗംഭീരാക്കുക, പേടി വേണ്ട. ഓക്കെ, അപ്പൊ ടെൻഷൻ ഒന്നും വേണ്ട. ഒരു ചെറിയ വീഡിയോ ഉണ്ടല്ലോ, കാണാം. ശരി. ഹായ് അപർണ. ഹായ്. നന്നായി പാടിയോ? കുഴപ്പമില്ലായിരുന്നു. ചെറിയ പേടി ഉണ്ട് ആൾക്ക്. ഇപ്പൊ രണ്ടാമത്തെ വീക്ക് ആയതിന്റെ ആയിരിക്കും. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വിചാരിച്ച ആദ്യത്തെ വീക്ക് ആയതിന്റെ ആണ്. ഈ പ്രാവശ്യം രണ്ടാമത്തെ വീക്ക് ആയതിന്റെ ടെൻഷനാണ്, ചെറിയ ഭയം. ജോയറ്റ്, എന്നാണ് ഇനി നമുക്ക് നാട്ടില് കാണാൻ പറ്റുന്നേ? ഉടനെയൊന്നും കാണാൻ പറ്റില്ല. ഒരു പെട്ടി നിറയെ ബർഗറുമായി വരുന്ന ജോയറ്റിനും കാത്ത് ഒരു കൂട്ടം ജനതയോടെ കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ വന്നില്ലെങ്കിൽ എന്താ, എന്റെ മനസ്സ് എപ്പോഴും അവളുടെ കൂടെ ഉണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ടെൻഷൻ അടിക്കണ്ട, സ്റ്റേജിൽ കയറുമ്പോൾ ടെൻഷൻ അടിക്കണ്ട, നോർമലായിട്ട് പാടിയാൽ മതി. അവളെ കൊണ്ട് പറ്റുമെന്നുള്ളത് എനിക്കറിയാം. അടുത്ത റൗണ്ടിലായാലും നന്നായിട്ട് പാടാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ അവൾക്ക് ഈ ഒരു വേദിയിൽ വരാൻ പറ്റിയതിൽ തന്നെ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഇത്രയും റൗണ്ട്സ് ക്ലിയർ ആയി, അത് കുഴപ്പമൊന്നുമില്ല. എന്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ട്, കൂടെ തന്നെയുണ്ട്. അവളുടെ മനസ്സിൽ ഞാൻ എപ്പോഴും ഉണ്ട്. വെരി ഗുഡ്. അല്ല അപർണ, ഇപ്പൊ ആള് കുറച്ച് ടെൻഷനിലാണ്. നമ്മുടെ ഇപ്പൊ ക്വാർട്ടർ ഫൈനൽ സ്റ്റേജ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും 2 റൗണ്ടുകൾ ബാക്കിയുണ്ട്. അപ്പൊ ആളുടെ ടെൻഷൻ ഒന്ന് മാറ്റാൻ എന്തെങ്കിലും പൊടിക്കായി ഉണ്ടെങ്കിൽ ഇപ്പൊ മാറ്റി കൊടുത്തോളൂ. അപർണ കൂടെ ഞാൻ എപ്പോഴും ഉണ്ട്, ടെൻഷനായിട്ട് എടുക്കരുത്. ഓൾവേസ് ഐ ലവ് യു, മിസ് യു. എന്തെങ്കിലും കൊടുക്കാണ്ടായാലും കൊടുത്തോളൂ. ലവ് യു. ലവ് യു ടു. ജോയ്, താങ്ക് യു സോ മച്ച്. അപ്പൊ ഉറപ്പായിട്ടും നമുക്ക് ഇതേപോലെ വീഡിയോ കോൾ ത്രൂ ആണെങ്കിലും ഇനിയും അപർണയുടെ ടെൻഷനോ അല്ലെങ്കിൽ ധൈര്യം ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നാൽ എന്തായാലും ഉറപ്പായിട്ട് ഒരു കോൾ പ്രതീക്ഷിക്കാം കേട്ടോ. ഉറപ്പായിട്ടും. ഓക്കെ ജോയ്, താങ്ക് യു, ബൈ. വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയി. എനർജി വന്നില്ലേ കുറച്ച്? വന്നു. ഇത്രയൊക്കെ ഞങ്ങൾ ചെയ്യാൻ പറ്റും. കാണിക്കായിരുന്നില്ല, അപ്പൊ ഞാൻ നല്ലതായിട്ട് പാടുമായിരുന്നു. ശരി, എന്നാ പിന്നെ ഹസ്ബൻഡിനോട് ലീവ് എടുത്ത് ഇവിടെ വരാൻ പറയാറുന്നില്ല. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഇത്ര മെനക്കേണ്ട ആവശ്യമില്ലല്ലോ. ശരി അപർണ, എന്തായാലും അദ്ദേഹം വന്ന് കുറച്ച് മോട്ടിവേഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നും മനസ്സിലുണ്ട്, അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് അപർണയുടെ മനസ്സിലും അദ്ദേഹം ഉണ്ട്. അപ്പൊ ഈ ഒരു സ്നേഹം ഇങ്ങനെ തന്നെ നിലനിന്ന് പോട്ടെ. അപ്പൊ ഇനിയുള്ള റൗണ്ട്സിനൊക്കെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ഊർജ്ജം ആവട്ടെ. ഓക്കെ, നന്നായി പ്രാക്ടീസ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. ഇനി 2 റൗണ്ടുകളുണ്ട്, പൊളിക്കണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കഴിഞ്ഞ ദിവസം പ്രോഗ്രാമിന് പോയ സ്ഥലത്ത് തിരുവല്ലയിൽ പോയപ്പോഴേ ഒരു പെൺകുട്ടി ഡേയിനെ തരാൻ വേണ്ടിയിട്ടൊരു സാധനം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഭദ്രമായിട്ട്. അയ്യോ, ഡേയിനെ ഏൽപ്പിക്കണം. എല്ലാം പരിശോധിച്ച് ഞാൻ കൊടുക്കാം.
ഇവിടെതാ കൊടുക്കണം. അല്ല ഇത് വായിക്കണ്ടേ? വായിക്കാൻ അക്ഷര അത് വ്യത്യാസമുള്ള എനിക്ക് ആൾക്കാരല്ലേ? അനുഭവത്തില്ല, ഡെയിൻ ചെയ്യണം. ഇതെങ്ങനെയാ? ദിവസക്കൂലിയാണോ അതോ മാസക്കൂലിയാണോ ഈ ദൗത്യം ഏറ്റെടുത്തത്? സന്തോഷം. ഓക്കെ, പൊട്ടിക്കട്ടെ വേണു ചേട്ടാ. പൊട്ടിക്കോ. ഇങ്ങനെ എത്ര കത്തുകൾ പൊട്ടിച്ച കത്ത്, ഓർമ്മയാണ്. അതെ അതെ അതെ, കത്തുകളോ കത്തുകൾ. അല്ല എന്താ സീനിയേഴ്സ് ഒക്കെ എഴുന്നേറ്റ് പോകുന്നേ? അല്ല അവര് വന്നതാ ഇത് കേൾക്കാൻ വേണ്ടി. ആണോ? ഞാൻ വിചാരിച്ചു ഡെയിന് കത്ത് കിട്ടുന്നതിലും നല്ലത് ഇവിടുന്ന് എഴുന്നേറ്റ് പോകുന്നതാന്ന് വിചാരിച്ച് എഴുന്നേറ്റ് പോകുന്നതാണ്. ഇത് കൊറേയുണ്ട്. ഇതിപ്പോ ഞാൻ എങ്ങനെ വായിക്കാ? വായിക്കട്ടെ. വായിക്ക്, പിന്നെ കഷ്ടപ്പെട്ട് എഴുതിയതല്ലേ അവരുടെ. പ്രിയപ്പെട്ട ഡെയിൻ ചേട്ടാ, ഞാനിപ്പോ മ്യൂസിക്കൽ വൈഫിന്റെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ്. ചേച്ചിമാരൊക്കെ പാടി തടക്കുന്നുണ്ട്, നല്ല ഭംഗിയിൽ പാടുന്ന ചേച്ചിമാർ. എനിക്ക് അവരോട് സത്യത്തിൽ അസൂയാണ്. കാരണം അവർ ഓരോ തവണയും ഡെയിൻ ചേട്ടൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ എനിക്ക് അസൂയ വരും. എനിക്ക് അതേപോലെ പാടാനാകുന്നില്ലല്ലോ. ഏട്ടൻ ഓരോ തവണയും ഇടുന്ന കോസ്റ്റ്യൂമൊക്കെ സൂപ്പറാണ് കേട്ടോ. തൃശ്ശൂരുകാരിയാന്ന് തോന്നുന്നു. ആ തിളങ്ങുന്ന കുർത്ത എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അച്ഛനും അമ്മയും ഫ്ലോറിൽ ബർത്ത്ഡേക്ക് വന്നത് ഇഷ്ടമായി. എനിക്ക് അമ്മയെ ഒരുപാട് ഇഷ്ടമായി. എത്രയും പെട്ടെന്ന് കാണാനാകുമെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ വല്യമ്മയുടെ മോള് എൻ്റെ ചേച്ചി നന്നായി പാടും, ഞാൻ അവരുടെ കൂടെ വരും എന്ന് LP വിത്ത് ലവ് US സ്വീറ്റ് 2 ലവ് ചിഹ്നം 1 അമ്പ്. പേരില്ല. US സ്വീറ്റ് 2 ലവ് ചിഹ്നം അമ്പ്. എവിടെയായിരുന്നു അഡ്രസ്? തിരുവല്ല. എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കട്ടെ ഈ വേദിയിലൂടെ നടന്നാൽ സന്തോഷം. എന്തായാലും ഒരുപാട് സ്നേഹത്തിൽ പൊതിഞ്ഞ ഈ കത്ത് എൻ്റെ കയ്യിൽ ഭദ്രമായിട്ട് എത്തിയിട്ടുണ്ട്. എങ്ങനെ പറയണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ കത്ത് എന്നിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ ഒരുപാടാണ്. സഖി, നീ എവിടെയാണ്? നിന്നെ ഞാൻ തേടുന്നു. തിരുവല്ലല്ലേ? തിരുവല്ലയിൽ സീനിയേഴ്സിന്റെ മുഖത്തൊന്നും ഒരു തെളിച്ച് കാണുന്നില്ലല്ലോ. കണ്ടോ? ചാപ്റ്റർ 4 എത്തിയപ്പോൾ എന്നെ അന്വേഷിച്ച് കത്തുകളൊക്കെ വരുന്നുണ്ടോ? കണ്ടു. നിങ്ങൾക്കല്ലേ വിലയില്ലാതിരുന്നുള്ളൂ. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 4-ൽ അടുത്തതായിട്ട് ഡ്യുവറ്റ് റൗണ്ടാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. ആരായിരുന്നു? നമുക്ക് സ്വാഗതം ചെയ്യാം മിൻഷ ആൻഡ് നീമ.
സരെ നി ദ പ മപനി സ ഗരെ സ സരെ നി ദ പ മപനി സ തകിട തകിട തക ദിമി തക ജനു 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 ഇൻഷ, നിമ നന്നായി പാടാൻ പറ്റിയോ? ഇല്ല, കുറച്ച് താളത്തിന്റെ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. പ്രശ്നം വന്നിട്ടുണ്ട്. ഇവിടെയോ? കുഴപ്പമില്ലാതെ പാടാൻ പറ്റി തോന്നുന്നു. ഓക്കെ, ഇവിടെ താളത്തിന്റെ പ്രശ്നം വന്നു, ഇവിടെ ബോധത്തിന്റെ പ്രശ്നമുണ്ട്, ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് തോന്നി? രണ്ടുപേരും ഓൺ ദ സ്റ്റേജ് കാണാൻ ദാറ്റ് യു ആർ ബോത്ത് ബ്യൂട്ടിഫുൾ, വെരി കളർഫുൾ. പാട്ട് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട് ത്രൂ ഔട്ട്, എസ്പെഷ്യലി മിൻഷ. അത് മാറ്റിയെടുക്കണം, മാറ്റിയെടുത്തേ പറ്റൂ. നീമ നല്ല ബോൾഡ് സിംഗിങ് ആണ്, ബട്ട് പെർഫെക്ഷൻ ഇഷ്യൂസ് ഉണ്ട്. ബട്ട് ഒരു പരിധി വരെ ക്ഷമിക്കാം. ബട്ട് ഓൺ ദ ഹോൾ ദ ഡാൻസ് പെർഫോമൻസ് കോസ്റ്റ്യൂംസ് ഓൾ വാസ് സൂപ്പർ. മഞ്ജരി, സൂപ്പറായിരുന്നു. നിങ്ങൾ രണ്ടുപേരും കാണാനും പാടുന്നത് കാണാൻ നിൽക്കുന്നത് കാണാൻ അവിടെ ആ കളേഴ്സ് ഒക്കെ അതിൻ്റെ ഇടയിൽ ബ്യൂട്ടിഫുൾ ആയിരുന്നു. സൂപ്പർ. നീമയുടെ വോയിസിന്റെ ആ ഒരു ക്രാക്കിംഗ് ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അത് നീമയ്ക്ക് പാടുമ്പോഴുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മാത്രം വരുന്ന ഒരു സംഭവം. അല്ലെങ്കിൽ പാട്ട് രണ്ടുപേരും ബ്യൂട്ടിഫുൾ, കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു, ഫാന്റാസ്റ്റിക് ആയിരുന്നു. മിൻഷ ഇപ്പൊ പാടിയതിന് വലിയ കുഴപ്പമില്ല. നമ്മൾ ഈ ആസ്വദിച്ച് പാടുമ്പോഴാണ് നമ്മുടെ സ്ഥലകാല ബോധം നമ്മൾ മറന്നുപോകാന്നൊക്കെ പറയില്ലേ, അതുപോലെ ആസ്വദിച്ച് പാടുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെ മൂവ് ചെയ്ത് ആ ടെമ്പോ ആ ഒരു താളത്തിന് ചിലപ്പോൾ വിട്ടു പോവും. അപ്പൊ കുറച്ചുകൂടെ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ശരിയാക്കാവുന്നതേ ഉള്ളൂ. വലിയൊരു ആഗോള പ്രശ്നമൊന്നും അല്ല. അതെ. വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്? വീട്ടിൽ നിന്ന് ഹസ്ബൻഡ്. ഈ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അധികം സംസാരിക്കാൻ പറ്റില്ല. നമസ്കാരം. മിൻഷ കൂടുതലായിട്ട് പാടി തരുന്ന പാട്ട് ഏതാ? മെലഡീസ് ആണ്. ഏത് പാട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? കണ്ണോട് കണ്ണോട് ഇഷ്ടം. ഇഷ്ടമാണ്. അത് അടുത്ത റൗണ്ടിൽ പാടാൻ വെച്ചിരിക്കുന്ന പാട്ട് ആണോ? ഓക്കെ, അപ്പൊ എന്നാ പിന്നെ നമുക്ക് ആ ഫേവറേറ്റ് സോങ് റൗണ്ടിൽ പുള്ളിനെയും കൂടി ഇവിടെ കൊണ്ടുവരണം നമുക്ക് എന്തായാലും, അല്ലേ? അപ്പോ പുള്ളിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ. ഓക്കെ, നല്ല തിരുവല്ലക്കാരി ആരാണെന്നാ നിങ്ങൾക്ക് വല്ല അറിവുണ്ടോ ഈ കത്തിന്റെ? ഞാൻ നെഞ്ചോട് ചേർത്തിട്ടാണ് ഇത് വെച്ചാണ്. പോക്കറ്റിൽ ഒരു സാധനം വെച്ചുകൊണ്ട് നടക്കാത്ത ഞാനാ. കത്ത് മാത്രം കേട്ടോ. തിരുവല്ലയിൽ നിന്ന് ആരെങ്കിലും അറിയാണെങ്കിൽ എന്നെ അറിയിക്കണം. എവിടെ പഠിച്ചത്? പഠിച്ചിട്ടുണ്ടോ? എവിടെ പഠിപ്പിക്കാൻ വിട്ടായിരുന്നു. പഠിച്ചതൊക്കെ അല്ല, തിരുവല്ല ഭാഗത്തുള്ള ആരെങ്കിലും തിരുവല്ല ഭാഗത്ത് എന്റെ അറിവിൽ എന്നെ വല്ല പഠിപ്പിച്ച മാഷുമാർ അവിടെ തിരുവല്ല ഭാഗത്തുണ്ടോ എന്ന് എനിക്ക് നല്ല മാഷന്മാരെന്തിനാ കത്തെഴുതണം? മാഷുമാർക്ക് എന്നും ഞാനൊരു ആവേശമായിരുന്നു. ഇതേപോലെ ഒരു സ്റ്റുഡന്റ് അടുത്ത ജന്മത്തിലും കിട്ടണേ എന്ന് 100 പ്രാവശ്യം അവര് ക്ലാസ് ടൈമിൽ എന്നെ പറയാറുണ്ട്. മാഷന്മാരെന്ന് പറയുന്ന ആണുങ്ങളല്ലേ? ആ മാഷുമാരുടെ കുട്ടികളായിക്കോടെ. ആ മാഷന്മാരുടെ കുട്ടികൾ അങ്ങനെ. ഈ മാഷുമാര് ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് വിശേഷങ്ങൾ പറയൂലോ, ആ വിശേഷത്തിൽ എന്തായാലും ഞാൻ ഉൾപ്പെടും. മാഷന്മാരാവാൻ വഴിയില്ല. അവർക്ക് ശരിക്കും അറിയാലോ. ഓക്കെ, അവരറിഞ്ഞുകൊണ്ട് അവരെ കുട്ടികൾ അങ്ങനെ ഇപ്പൊ അറിയാതെ അങ്ങനും. ശരി,
എന്തായാലും സാരല്ല, നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഈ കാര്യം നോക്കണ്ട. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 4-ൽ ക്വാർട്ടർ ഫൈനൽ സ്റ്റേജ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ഇവിടെ നടക്കാൻ പോകുന്നത് ഫേവറേറ്റ് സോങ് റൗണ്ട് ആണ്. നമുക്ക് സ്വാഗതം ചെയ്യാം കൃഷ്ണശ്രീ.
റാപ്പിഡ് സോങ് റൗണ്ട് ആണ് കഴിഞ്ഞത്. നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് സോങ് തന്നെ സെലക്ട് ചെയ്തു. നന്നായി പാടാൻ പറ്റുമോ? കുഴപ്പമില്ലാതെ പാടാൻ പറ്റി. വേണിച്ചേട്ടാ കുഴപ്പമില്ലാതെ പാടാൻ പറ്റിയെന്നാണ് പറയുന്നത്. ശ്രീ സൂപ്പർ. ഒരിടത്ത് ചരണം താളം ഒന്നും അലഞ്ഞു, ബട്ട് ഇമ്മീഡിയറ്റ്ലി അത് തിരിച്ചു പിടിച്ചു. ദാറ്റ് ഈസ് വർത്ത് ഒരു ക്ലാപ്പ്. അതാണ്. താങ്ക് യു സാർ. എന്തൊരു മാറ്റം. ആദ്യം വന്നപ്പോൾ വല്ലാണ്ട് പേടിച്ച് വിറച്ച് നിന്ന ഒരാളാണ്. ഇന്നിപ്പോ പാടിയത് സൂപ്പറായിരുന്നു. ഇത് എത്ര പ്രാവശ്യം പാടിയിട്ടുണ്ടാവും? പണ്ട് തൊട്ടേ ഇങ്ങനെ കേൾക്കുന്ന ഒരു പാട്ടാണ്, അമ്മയ്ക്കും ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു റൗണ്ട് വന്നപ്പോ ആദ്യം ഫസ്റ്റ് വന്നത് ഈ ഒരു പാട്ടാണ്. അമ്മയ്ക്കും വേണ്ടി. അമ്മയ്ക്കും വേണ്ടി നന്നായിരുന്നു. നല്ല ഒരു ആത്മാവുണ്ടായിരുന്നു കേൾക്കാൻ. സൂപ്പർ. താങ്ക് യു. കൃഷ്ണശ്രീ, എന്തായാലും നമ്മുടെ 2 ജഡ്ജസും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നാദർശികയുടെ അഭിപ്രായം അറിയാം. താങ്ക് യു സാർ. പിന്നെ ഈ പാട്ട് കേട്ടപ്പോൾ ഒരു സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ നമ്മളുടെ ഇത്തരത്തിലുള്ള പാട്ടുകളൊന്നും ഇപ്പോഴത്തെ മലയാള സിനിമയിൽ ഇല്ല, അന്യം നിന്ന് പോയെന്ന് തന്നെ പറയാം. കാരണം ഇപ്പോൾ രവീന്ദ്ര മാഷിൻ്റെ ഈ സംഗീതം, ഈ പാട്ടിൽ തന്നെ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രത്യേകത, അന്നത്തെ കാലത്ത് ഒരു പരീക്ഷണമായിരുന്നു. ആ സിനിമയിൽ തന്നെ 2 പാട്ടുകളാണ് ഇതിൻ്റെ BGM ആയിട്ട് വന്നേക്കുന്നത്. മനസ്സൊരു കോവിൽ അതിലൊരു വാതിൽ അത് നീ, പിന്നെ മറ്റേ ഏകഭാവം ഏതോ താളം മുഖരാഗാനാലാപം, ആ പോർഷനൊക്കെ BG ആയിട്ട് ഉപയോഗിച്ചിരിക്കുക. അത് മാഷിന് മാത്രമാണ് അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ സാധാരണ പെട്ടെന്ന് ആരും ധൈര്യപ്പെടില്ല. മനോഹരമായിട്ട് പാടി, നന്നായിരുന്നു. എന്തായാലും കഴിഞ്ഞ വീക്കില് നമ്മുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ആ ഒരു ഒറ്റപ്പെടൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി. ടെൻഷനൊക്കെ കൂട്ടിയിരുന്നോ കഴിഞ്ഞ ആഴ്ച അവരാരും ഇല്ലാത്തതിന്റെ? ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോ ടെൻഷൻ ഫ്രീ ആയി അവരെല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട്. ആരൊക്കെയാണ് വീട്ടിൽ നിന്ന് വന്നിരിക്കുന്നത്? വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് വന്നിട്ടുണ്ട്, മോൻ വന്നിട്ടുണ്ട്, നമസ്കാരം, പിന്നെ അമ്മ വന്നിട്ടുണ്ട്. എല്ലാവരുടെയും പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയേ. ഹസ്ബൻഡിന്റെ പേരെന്തായിരുന്നു? സിബിൻ മോഹൻ. നമസ്കാരം. എന്താ ചെയ്യുന്നേ? ഫോട്ടോഗ്രാഫറാണ്. ഓക്കെ. മകന്റെ പേര്? പൃഥ്വീന്ദ്ര. എന്തോ പൃഥ്വീന്ദ്ര. ഈ പൃഥ്വി ഇന്ദ്ര എന്ന് പറയുന്നത് പൃഥ്വിരാജ് ഇന്ദ്രത്ത് ഈ 2 പേരും കൂടി കണക്ട് ചെയ്തിട്ടാണ്. അങ്ങനെ ഇട്ടതല്ല, പക്ഷെ ഇട്ട് കഴിഞ്ഞ് വന്നപ്പോഴാണ് അങ്ങനെ അവര് ഫീൽഡിൽ വന്നത്. അല്ല, പി വെച്ചിട്ട് അവനൊരു പേരിടണമെന്നായിരുന്നു ആഗ്രഹിച്ചത്. അപ്പൊ എന്റെ അമ്മ തന്നെയാണ് ഈ പേര് കണ്ടുപിടിച്ചത്. ഇങ്ങനെ പൃഥ്വിരാജ് ഇന്ദ്രത്ത് 2 കൂടി അങ്ങനെ ചേർത്തിട്ടല്ല, അതിന്റെ ഒരു മീനിങ് ആണ് ആക്ച്വലി നോക്കിയത്. ഭൂമിയിലെ രാജാവ്, ഭൂമിയുടെ അധിപൻ, അങ്ങനെ ഒരു അർത്ഥമാണ് അതിന് വരുന്നത്. ഭൂമിയുടെ രാജാവാണ് അവിടെ ഇരിക്കുന്നേ. എത്രയല്ലേ പഠിക്കുന്നേ ഭൂമിയുടെ രാജാവ്? UKG. ശരി. അമ്മയുടെ പേര്? അമ്മയുടെ പേര് അനിത മോഹൻ. എനിക്ക് തോന്നുന്നു ഹസ്ബൻഡിനെ നമുക്ക് ഈ വേദിയിലോട്ട് വിളിക്കണം. കാരണം കഴിഞ്ഞ വീക്ക് നമ്മളൊന്നും വിളിച്ചില്ല, പരിചയപ്പെട്ടില്ല, സംസാരിച്ചില്ല. വരൂ, കൂടുതൽ അറിയണം, നമുക്ക് കൂടുതൽ സംസാരിക്കണം. ഭൂമിയുടെ രാജാവിന് ചിരി വന്നിട്ടാണെങ്കിൽ കഴിഞ്ഞ വീക്ക് വയ്യാതെ ഒരുപാട് എക്സ്പെക്ട് ചെയ്യായിരുന്നു. ഒരു പാട്ട് പാടാനൊക്കെ അവൻ തയ്യാറാക്കി വെച്ചിട്ടാ വന്നത്. എന്നാ 2 പാട്ട് കേൾക്കാം അല്ലേ? സരസ്വതി നമസ്തുഭ്യം ഭർവേ കാബരൂപണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധി ഭവതു മേ സദാ ഗുരു ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധി ഭവതു മേ സദാ. ആരെ പഠിപ്പിച്ചെന്ന് ഈ പാട്ട്? സ്കൂളിൽ നിന്ന് പഠിച്ചതാ. സ്കൂളിൽ നിന്ന് തന്നെ പഠിച്ചതാ? എങ്ങനെ ലൈവായിട്ട് ഭാര്യയുടെ പെർഫോമൻസ് ഇങ്ങനെ ഒരു വേദിയിൽ കണ്ടപ്പോ എന്ത് തോന്നി? സൂപ്പറായിരുന്നു. അഭിമാനം തോന്നുന്നുണ്ട്. തീർച്ചയായും. എന്തായാലും ഇപ്പൊ 2 പേരും ഇവിടെ കിട്ടിയ സ്ഥിതിക്ക് നമുക്കൊരു കാര്യം ചോദിക്കാം. ചേട്ടന് ഏറ്റവും കൂടുതൽ ഭാര്യയിൽ നിന്ന് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു പാട്ടുണ്ടോ? എനിക്ക് ആളൊരു പാടി എന്നുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള മുംബൈവാൻ ബേവ എന്നുള്ളൊരു പാട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് പാടി തരാറുണ്ട്. തീർച്ചയായും. എന്നാ പിന്നെ ഞങ്ങൾക്കും കൂടി വേണ്ടി ഈ പാട്ട്. மழையில்லாட நான் நனைந்தேவா
മുൻപേ വായി നൻപേ വാ ഓടവാ ഉയിരേ വാ മുൻപേ വായി അൻപേ വാ പൂ പൂവായി പൂ പൂവായി നാനാ കേട്ടേൻ என்னை நானே நானியா நெஞ்சம் சொன்னதே ആഹാ കലക്കി. അപ്പോൾ ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. നമുക്ക് സ്വാഗതം ചെയ്യാം അപർണ ജെയിംസ് ആൻഡ് നിമ. പാണ്ഡന്നായുടെ പല്ലിന് ശൗര്യം പണ്ട് പോലെ ഫലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ. പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ. കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പം പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളം കള്ള് കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം. പള്ളിക്കുയിലേ തഞ്ചത്തില് വീണും പിടിക്കണം. വേമ്പനാട്ടുകായൽ തിരകൾ വിളിക്കുന്നു തകതിമിതിമൃതേ. അമ്പിളിച്ചുണ്ടൻ വള്ളം തുടിക്കുന്നു തകതിമിതിമൃതേ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളം കള്ളു കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. തിര 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 ചെറുതിര തുള്ളും. തിര 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 മറുതിര തുള്ളും. ചെറുകരയോളം മറുകരയോളം. തിര 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 ചെറുതിര തുള്ളും. തിര 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 മറുതിര തുള്ളും. ചെറുകരയോളം മറുകരയോളം. ഒരു തിര തിര ഇരുതിര തിര ചെറുതിര തിര മറുതിര തിര. കരയോടു തിരമെല്ലെ കടലിന്റെ കഥ ചൊല്ലി. തിരയോടു കരമെല്ലെ മലയുടെ കഥ ചൊല്ലി. അതു പിന്നെ മലയോട് പുഴയുടെ കഥ ചൊല്ലി. അതു പിന്നെ മുകിലോട് മഴയുടെ കഥ ചൊല്ലി. കടകഥകൾ പഴങ്കഥകൾ അവയുടെ ചിറകുരുപ്പി പദം പറഞ്ഞിനി പറന്നുയരാ. കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പം പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളം കള്ളു കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ എന്റെ പുള്ളിക്കുയിലേ എന്റെ പുള്ളി പുള്ളി പുള്ളിയുള്ള പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ എന്റെ പുള്ളിക്കുയിലേ എന്റെ പുള്ളി പുള്ളി പുള്ളിയുള്ള പുള്ളിക്കുയിലേ. അല കടലല അല ഇളകുമ്പോൾ നുരപദ നുര നുര ചിതറുമ്പോൾ എന്തൊരു മോഹം എന്തൊരു ചന്തം. അല കടലല അല ഇളകുമ്പോൾ നുരപദ നുര നുര ചിതറുമ്പോൾ എന്തൊരു മോഹം എന്തൊരു ചന്തം. തിരവിരൽ തൊട്ടു മണൽ തരി അതിലൊരു നുര ചെറുപദ നുര. നുര കരയിലെ മണലിനു കടലൊരു കുറി ചൊല്ലി. കുറിമനമെടുത്തൊരു തെന്നലിന് കരം നൽകി. എന്നലതു പറ പറ നഗലത്തെ മുളയുടെ കരളിന്റെ കരളിലെ കനവിനു കടം നൽകി. മുളവാടി കാറ്റാടി കടലിന്റെ കഥയെല്ലാം നാടറിഞ്ഞ് നാടറിഞ്ഞേ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളം കള്ളു കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ.
അപർണ, നീമ, രണ്ടു പേരും ക്യാരക്ടേഴ്സ് ആയിട്ട് ഡ്യൂറ്റ് റൗണ്ടിൽ വന്ന് പൊളിച്ചു അല്ലേ? ഡാൻസേഴ്സിന് ഒരു വലിയ കൈയടി. ആ ഒരു വൻ സപ്പോർട്ടാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നത്. രണ്ടുപേരും കലക്കി കേട്ടോ. ഇനി പാട്ടിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് ചോദിക്കാം. മഞ്ജരി, ഡാൻസേഴ്സ് ബോയ്സ് അഭിനയിക്കല്ല, ജീവിക്കുക ഈ പാട്ടില്. നിങ്ങൾക്ക് എന്താണ് ഈ പാട്ട് പാടിയിട്ട് തോന്നിയത്? എന്താണ് ഒരു ഫീൽ ഇത് പാടുമ്പോ? ഇത്രയും പാട്ടുകളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് പാടിയിട്ടുണ്ട് ഈ പാട്ടാണ്. ഈ പാട്ട്. ഓക്കെ, തോട്ട്സ് എന്താ? നീമ, അതെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുറച്ചും കൂടി എനർജി കൊടുക്കാനും പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നന്നായിരുന്നു. എനിക്ക് ആ എനർജി ശരിക്കും ഇവിടെ ഫീൽ ചെയ്യായിരുന്നു. നല്ല എനർജിയിൽ പാടി രണ്ടുപേരും. ഇവരുടെ രണ്ടുപേരുടെയും സിംഗിങ് വളരെ മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ശരിക്കും അത് ആ ഡിഫറൻസ് ഫീൽ ചെയ്യാം. ഇതൊരു മെയിൽ സോങ് ആണ്, ഡ്യൂവറ്റ് ആണ്. അത് പാടിയിരിക്കുന്നത് മണിച്ചേട്ടനും മധുചേട്ടനും. അപ്പൊ ആ രണ്ട് സ്ട്രോങ് വോയിസസ് ആണ് അതിൽ വന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ വോയിസസ് വന്നപ്പോഴത്തേക്ക് അത് ഡിപ്പായില്ല. അതിൻ്റെ ആ ജോഷ് ഫുൾ ഈ പാട്ടിലുണ്ടായിരുന്നു. നന്നായിരുന്നു, ശരിക്കും സൂപ്പറായിരുന്നു ഈ ഒരു പെർഫോമൻസ്. എനിക്ക് തോന്നുന്നു ഇന്ന് ഇതുവരെ ഉള്ള നിങ്ങളുടെ പെർഫോമൻസസിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ്. നിമ ആൻഡ് അപർണ രണ്ടുപേരും ആസ്വദിച്ച് അർമാദിച്ചു പാടി. അതാണ് എനിക്ക് തോന്നിയത്. രണ്ടുപേരും ഈക്വലി ഗുഡ്. അങ്ങനെ ഈ ഹൈ തോന്നുന്ന ഏരിയ പുള്ളിക്കുയിലെ അവിടെ രണ്ടുപേർക്കും പോയി, അത്രേ ഉള്ളൂ. മറ്റെല്ലാം ഒരുവിധം സമാസമം ബലബലം. നീമ, അപർണ, അങ്ങനെ രണ്ട് ജഡ്ജസിന്റെയും നല്ല അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് പെർഫോം ചെയ്തതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് തന്നു എന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഈ പെർഫോമൻസിനെ പറ്റി നാദൃഷിക്കോട് ചോദിക്കാം. വിക്ക, നന്നായിരുന്നു കേട്ടോ. ഇത് ഈ കലാപമണി പാടിയ പാട്ടുകൾ പാടി എത്തിക്കാനായിട്ട് വലിയ പണി. കാരണം അവൻ ഭയങ്കര ഹൈ പിച്ച് പാടുന്ന കക്ഷിയാണ്. ഇപ്പൊ ഞാനും മണിയും കൂടി ഒരുപാട് സ്റ്റേജിൽ ഈ സോങ് ഞങ്ങൾ രണ്ടുപേരും പാടിയിട്ടുള്ള. കാരണം ഞങ്ങള് മണിയും നാദർഷയുടെ നാദം, അങ്ങനെ മണിനാഥം എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സ്റ്റേജ് ഷോ ഞങ്ങൾ രണ്ടുപേരും കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരോട് ഒരുമിച്ച് ഒരുപാട് സ്റ്റേജിൽ പാടാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മണി അഭിനയിക്കാതെ മണി ഒരു ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ട് പ്ലേ ബാക്ക് പാടിക്കുന്ന ഈ പാട്ടാണെന്ന് തോന്നുന്നു. കാഴ്ചയിലെ പാട്ടല്ലേ? അതില് മണിയല്ല അഭിനയിച്ചിരിക്കുന്നത്, മമ്മൂക്കയും മനോജ്. അതെ, എനിക്ക് കിട്ടിയത് വേറൊരു ഭാഗ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണിക്ക് വേണ്ടിയിട്ട് വോയിസ് മറ്റേ ഇതില് വെട്ടത്തില് ഞാനാ പാടിയിരിക്കുന്നത്, MG അണ്ണൻ്റെ കൂടെ. മറ്റേ പാട്ട് അത് എഴുതാൻ വേണ്ടിയിട്ട് പ്രിയൻ സാർ എന്നെ ആ പടത്തില് വിളിച്ചു. ദിലീപാണല്ലോ പടത്തില്, ദിലീപും മണിയൊക്കെ അഭിനയിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ആ ലൊക്കേഷനിൽ നിന്ന് കോൾ വന്നു അങ്ങനെ എനിക്ക്. അപ്പോൾ ഞാൻ പ്രിയൻ സാറ് ആയിട്ട് സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു, നിനക്ക് അഭിനയിക്കണേ ഈ പടത്തില്, നിനക്കൊരു വേഷമുണ്ട്, നീ വേണമെങ്കിൽ വാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അഭിനയിക്കാൻ വേഷമൊന്നും വേണ്ട സാറ്, അതിനകത്ത് അല്ല പാട്ട് പാടാണ്ടെങ്കിൽ ഒരു ചാൻസ് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ സാർ പറഞ്ഞു, പാടാനൊന്നും ചാൻസ് ഒന്നുമില്ല, ഒരു പണി ഇവിടെ വാ ലൊക്കേഷനിൽ വരാൻ പറഞ്ഞു. അങ്ങനെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു പാട്ടുണ്ട്, അത് എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ എഴുതി മക്കസായി പാട്ട് എഴുതി കഴിഞ്ഞപ്പോൾ മണിക്ക് വേണ്ടിയിട്ട് മണിയും ദിലീപ് അഭിനയിക്കുന്ന. അപ്പൊ അതിന് ട്രാക്ക് പാടിയത് നമ്മുടെ സ്റ്റീഫൻ ദേവസി ആയിരുന്നു അത് ഓർക്കസ്ട്രേഷൻ ചെയ്ത്. ഞാൻ ട്രാക്ക് പാടി കഴിഞ്ഞപ്പോൾ പ്രിയൻ സാർ പറഞ്ഞൊരു പണി MGയും അത് മണിയുടെ പോർഷൻ പാടിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഡബിൾ ലോട്ടറി അടിച്ച പാട്ടായിരുന്നു. അപ്പൊ അങ്ങനെ മണിക്ക് വേണ്ടിയിട്ട് അന്ന് അതിൽ പാടാനായിട്ടുള്ള ഭാഗ്യം കൂടി കിട്ടിയായിരുന്നു. അതില് മണിച്ചേട്ടനെ പറ്റിയിട്ടും മണി ബോധം കെട്ടുന്ന സംഭവമൊക്കെ അതിനകത്ത് ആ വരികളിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ പാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതില് അന്ന് MG അണ്ണൻ പറഞ്ഞൊരു കമന്റ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. പറഞ്ഞ് പ്രിയൻ സാറിന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു പാട്ട് കേട്ടിട്ട് ആ സമയങ്ങളിൽ ഇതിൽ ഒരു വരി പോലും തിരുത്തണ്ട, കൺഫേം ചെയ്ത് ഫുൾ വെച്ചേക്കാൻ വെച്ച് ആ പാട്ടായിരുന്നു പറഞ്ഞു. അല്ല പക്ഷെ റമ്മെടുത്തതിൽ കരിക്കൊഴിച്ചിട്ട് വലിച്ചു കയറ്റട ചങ്ങായി, മൊട്ടപ്പത്തിരി മട്ടൻ ചാറിയിൽ കുഴച്ച് തിന്നട ചങ്ങായി, അങ്ങനെയാണ് അത് എഴുതിയത്. പക്ഷെ അത് ആദ്യം എഴുതിയത് ഞാൻ ഫോർട്ട് കൊച്ചിയിൽ ഐസ് കട്ടക്ക് പെയിന്റ് അടിച്ചൊരു ചങ്ങായി, ബോട്ട് മുങ്ങിയ കടലിൽ നല്ലൊരു വരച്ചൊരു ചങ്ങായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ബേണിച്ചേട്ടൻ പറഞ്ഞത് റ എന്ന് പറയുന്ന അക്ഷരം വെച്ചിട്ട് തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ റമ്മെടുത്തതിൽ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത്. അടിപൊളി അടിപൊളി. നാദൃഷിക, മണിച്ചാന്റെ കൂടെ എത്ര പാട്ട് ഇതേപോലെ വേറെ പാടില്ല? പിന്നെ ഞാൻ സിനിമയില് വേറെ പാട്ട് എഴുതിയത് പാണ്ടിപ്പടയിലാണ്. ഇന്ത പഞ്ചായത്തിൽ ഹുങ്ക് പെരുത്തവൾ അരിവളു, ആ പാട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ദിലീപിന്റെ സൗണ്ട് തോമയില് കണ്ടാൽ ഞാൻ അത്, പിന്നെ നരങ്ങ മിഠായി. എന്തായാലും നിങ്ങളുടെ രണ്ടുപേരുടെ ഈ പാട്ട് കൊണ്ട് നമ്മൾ കുറെ പഴയ കാര്യങ്ങളോട്ടൊക്കെ ഒന്ന് സഞ്ചരിച്ചു വന്നു അല്ലേ ഇക്ക? എന്തായാലും നന്നായി പ്രാക്ടീസ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. നീമയുടെ എല്ലാം കഴിഞ്ഞു, ഇനി സ്വസ്ഥം സമാധാനം ഫ്രീ ആയിട്ടിരുന്നോളൂ കേട്ടോ. ഇനി എലിമിനേഷനിൽ ടെൻഷൻ അടിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 4-ൽ ക്വാർട്ടർ ഫൈനൽ സ്റ്റേജ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതായി ഡ്യുവറ്റ് റൗണ്ട് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം അമൃത ജയകുമാർ ആൻഡ് കൃഷ്ണശ്രീ. മൗലി
നാഗവല്ലിയാണോ, ഗംഗയാണോ, അതോ അമൃതയാണോ, കൃഷ്ണ ശ്രീയാണോ? അല്ലേ, അങ്ങ് ക്യാരക്ടറായിട്ട് ജീവിക്കായിരുന്നു. കലയ്ക്ക് എന്തായാലും നിങ്ങൾ ഈ മ്യൂസിക്കൽ വൈഫ് ഇങ്ങനെ എനാക്ട് ചെയ്യുമ്പോൾ വിത്ത് പെർഫെക്റ്റ് സിംഗിങ് ഭയങ്കര രോമാഞ്ചം കേട്ടോ, പറയാതെ വെറുതെയില്ല. രണ്ടുപേരും അവരുടെ റോൾസ് നന്നായി ചെയ്തു, പറയത്തക്ക വലിയ പ്രോബ്ലം ഇല്ല. താങ്ക് യു സർ. നാഗവല്ലികളെ, അതെ. എന്തോ ആദ്യമൊക്കെ ഡാൻസിന്റെ പോസ്റ്റിനൊക്കെ കണ്ടോ? എന്തായിരുന്നു, ഞാൻ ആദ്യം എനിക്ക് മനസ്സിലായില്ല. ഞാൻ വെച്ചാൽ അവരിൽ ഒരാളാണെന്ന്. പിന്നെയാണ് ശ്രദ്ധിച്ചു നോക്കിയപ്പോ ഇവരെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. വേദി നിറയെ നാഗവല്ലികളായിരുന്നു. നാഗവല്ലികളോട് നാഗവല്ലികൾ. നല്ല രസമുണ്ടായിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് പാടുന്ന ഭാഗങ്ങളൊക്കെ സുഖം ഉണ്ടായിരുന്നു. ഒരുമിച്ച് പാടുന്ന പോർഷൻസ് ഒക്കെ മുകളിലും താഴെയൊക്കെ ഗംഭീരമായിട്ട് ഓടിച്ചാടി നടന്ന് പാടിയ പോലെ ഉണ്ടായിരുന്നു. അതിലെ തുടക്കം മാത്രം എനിക്ക് തോന്നുന്നു അമൃത ഒന്ന് ട്രാക്കിൽ വീഴാൻ ഒന്ന് സമയം എടുത്തു. ഡാൻസ് വന്നപ്പോഴത്തേക്കും ഞാനൊരു ഡാൻസറാണ്, ഞാനൊരു നാഗവല്ലിയായി മാറി. പെട്ടെന്ന് ക്യാരക്ടറായി മാറിയപ്പോഴത്തേക്ക് ഒരു എക്സൈറ്റ്മെന്റ് അത് സംഭവിക്കുന്നതാണ്. പെർഫോമൻസ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇവരൊക്കെ കൂടെ ഉണ്ട് എന്ന് വരുമ്പോഴത്തേക്ക് ഒരു എക്സൈറ്റ്മെന്റിൽ ഇറ്റ്സ് അണ്ടർസ്റ്റുഡ്. അത് കുഴപ്പമുള്ള കാര്യമല്ല. സോ രണ്ടുപേരും പാടുമ്പോൾ നല്ല ഒഴുകി പാടുന്നുണ്ട്, കേൾക്കാൻ നല്ല സുഖമുണ്ട്. പക്ഷെ ഒരു പാട്ടിന്റെ കൾച്ചർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് എങ്ങനത്തെ പാട്ടാണ്, അത് എങ്ങനത്തെ സിറ്റുവേഷൻ ആണ്. ഓക്കെ, അതർവൈസ് രണ്ടുപേരും സൂപ്പർബായിരുന്നു. അപ്പൊ രണ്ട് നാഗവല്ലികളാണ് ഇവിടെ. ഇടവും വലവുണ്ട്. നകുലൻ തൽക്കാലം ഒന്നേ ഉള്ളൂ. അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കട്ടെ. ശരി, ഓക്കെ. മ്യൂസിക് പ്ലീസ്. മ്യൂസിക് കഴിയുമ്പോ പറയണം, 2 ഡയലോഗ് പറയാണ്ട്. ഞാനൊരു ഡയലോഗ് പറഞ്ഞോട്ടെ മിസ്റ്റർ? ആയിക്കോട്ടെ. എന്റെ ജീവിതം വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുക. ഗംഗകൾ ഇപ്പൊ എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞിരുന്നതാണല്ലോ. അതെന്താ പറഞ്ഞിരുന്നതല്ലേ? എന്റെ ദൈവമേ, ഒരുമിച്ച് പറയണം. എന്റെ തല അല്ലെങ്കിൽ 2 സൈഡിലൊക്കെ ഒടിഞ്ഞു പോവും. ഡ്യുവറ്റ് റൗണ്ട് തുടങ്ങിയപ്പോ തൊട്ട് തുടങ്ങിയതായി അംഗം. ഞാൻ ഇവിടെ നിൽക്കാം, നിങ്ങൾ അവിടുന്ന് ഡയലോഗ് പറയണം. മനസ്സിലാവുന്നുണ്ടോ ഗംഗേ? അല്ലെങ്കിൽ നകുലേട്ടൻ ചമ്മിപ്പോടെ. ലാലേട്ടനൊക്കെ കേറി വരുന്നല്ലോ ദൈവമേ. അല്ല, ഒറ്റയ്ക്ക് പറയുന്നതായിരിക്കുമല്ലോ. എന്ത് മാങ്ങാത്തൊല്ലെങ്കിലും പറ. 2 ഡയലോഗും പിടിച്ചാ മനുഷ്യൻ ഇവിടെ നിൽക്കുന്നേ. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? കൺട്രോൾ വിട്ടു. ആരാ ആദ്യം പറയണ്ടത്? തീരുമാനിക്ക്. ഇവിടെ ഞാൻ നാഗവല്ലിയാകും. അണ്ടയ്ക്ക് മുണ്ടയ്ക്ക് ഡാമു ഡൂമ് ഡസ്കണക്കണ കോക്കണക്കണ അല്ലി മല്ലിസേ പട്ടണങ്ക് പോ. നാട്ടിലുള്ള കോഴികൾക്കൊക്കെ മൂട്ടിലൊരു ഓട്ട. ഇവിടെ ഫസ്റ്റ് ഡയലോഗ്. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞിരുന്നതാണല്ലോ അല്ലിക്ക് ആഭരണം എടുക്കാൻ പോകുന്നെന്ന്. ഗംഗ ഇപ്പൊ എവിടെയും പോണ്ട. പറഞ്ഞോളൂ. പോയാല് ഞാൻ പറഞ്ഞല്ലേ പോണ്ടാന്ന്. അതെന്താ ഞാൻ പോയാല്? പോണ്ടാന്ന് പറഞ്ഞ പോണ്ട. അതെന്താ ഞാൻ പോയാല്? പോണ്ടാന്ന് പറഞ്ഞ പോണ്ട. ബാക്കി ഡയലോഗ് പറ. വിടമാട്ടെ എന്നെ ഇങ്ങ് നിന്ന് എങ്കേയും വിടമാട്ടെ. അയോഗ്യനായ ഉന്നെ കൊന്ന് ഉൻ രക്തത്തെ കുടിച്ച് ഓങ്കാര നടനം വിടുമേ. ഇവിടെ കളിക്ക്. ഇനി ചെസ് നമ്പർ 2 ഓൺ സ്റ്റേജ് പ്ലീസ്. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? അതുകൊള്ളാം, ഞാൻ പറഞ്ഞിരുന്നതല്ലേ അല്ലിക്ക് ആഭരണം എടുക്കാൻ പോകുന്നത്. ബാക്കി കണ്ടിന്യൂ. അതുകൊള്ളാം, ഞാൻ പറഞ്ഞിരുന്നതല്ലേ നഗലിനോട് അല്ലിക്ക് ആഭരണം എടുക്കാൻ പോകുന്നത്. ഗംഗ ഇപ്പൊ എവിടെയും പോണ്ട. ഞാൻ പറഞ്ഞതല്ലേ ആഭരണം എടുക്കാൻ എനിക്കും കൂടി പോണോന്ന്. പോണ്ടാന്ന് പറഞ്ഞ പോണ്ട. അതെന്താ അങ്ങനെ? എങ്ങനെ? അപ്പൊ നീ എങ്കിയും പോക വിടമാട്ടെ. പോണ്ടാന്ന് ജസ്റ്റ് പറഞ്ഞല്ലുള്ളൂ. കണ്ടിന്യൂ. അപ്പൊ നീ എന്നെ ഇങ്ങിരുന്ന് എങ്കേയും പോക വിടമാട്ടെ. അതാ എന്റെ ഫൈനൽ ഡിസിഷൻ. അയോഗ്യ നായേ, ഉന്നെ ഞാൻ കൊന്നോളൂ. നമ്മളിപ്പോ പ്രേക്ഷകരെ കൊന്നോണ്ടിരിക്കുക. അത് മനസ്സിലാവുന്നുണ്ടോ രണ്ടുപേർക്കും? അയോഗ്യ നായേ, എനിക്ക് ദുർഗാഷ്ടമി. ഉന്നെ ഞാൻ കൊന്ന് ഓ രക്തത്തെ കുടിച്ച് ഓങ്കാര നടനം ആടുമേ. സത്യം പറ, എനിക്ക് പണ്ടേ ഡൗട്ട് ഉണ്ടായിരുന്നു.
നീയും സണ്ണിയും തമ്മിൽ എന്താ ബന്ധം? ഇതൊക്കെ നിന്റെ പേരും അഭിനയല്ലേ? എന്താ ബന്ധം? ഇനി നിനക്ക് സണ്ണിയുമായി എന്തെങ്കിലും? ഒരു ബന്ധമില്ല. നാഗവല്ലിയായപ്പോ പേര് മാറിപ്പോയതാ. അങ്ങനെ പല പേരും മാറും. നീയും സണ്ണിയും കൂടി എന്തിനാ തെക്കിനീട് അവിടെ പോയിട്ട് ആ ആഭരണങ്ങളൊക്കെ നോക്കിയത്? ഒക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. പിടിക്കുന്നുണ്ട് രണ്ടെണ്ണത്തിനും. പൊക്കോ, അടുത്ത റൗണ്ടിൽ നന്നായി കളിക്കിട്ട് വരണം കേട്ടോ. പൊക്കോ ഓടി രക്ഷപ്പെട്ടോ.